ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സംഘർഷങ്ങളിൽ വെച്ച് സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും രക്തരൂക്ഷിതമായത് അല്ലെങ്കിൽ ഏറ്റവും വലിയ തീവ്രതയുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങൾ. അപ്പോൾ അതിനുശേഷം പാകിസ്ഥാനിൽ ഏതാണ്ട് 100-ൽ പരം ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ അവകാശപ്പെടുന്നത്. പാകിസ്ഥാൻ ഇത് ഒരു കാരണവശാലും സമ്മതിച്ചു തരുന്നുമില്ല. അവരേതാണ്ട് 36ഓളം സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം പറഞ്ഞത്. അതായത് ഇന്ത്യ ആക്രമിച്ചത് അവിടുത്തെ ജനങ്ങളെയാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആരോപണം. പക്ഷേ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ, അതായത് മെയ് 6-ാം തീയതി അർദ്ധരാത്രി 7-ാം തീയതി പുലർച്ചെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ്റെ 9 ഭീകര താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. അതിൽ പറയുകയാണെങ്കിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ സംഘടനകളുടെ ഭീകര താവളങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്തത്. പക്ഷേ പാകിസ്ഥാൻ അവകാശപ്പെട്ടത് അതെല്ലാം മദ്രസകളാണ്. മദ്രസകളെന്ന് വെച്ചാൽ മതപഠനശാലകൾ. അവിടെ കഴിഞ്ഞിരുന്ന സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. പക്ഷേ അവിടെ കൊല്ലപ്പെട്ടവരെ ഏത് രീതിയിലാണ് അവർ സംസ്കരിച്ചത് എന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ്റെ ദേശീയ പതാക പുതപ്പിച്ച് പാകിസ്ഥാൻ്റെ സൈനിക മേധാവികളടക്കം പങ്കെടുത്തുകൊണ്ട് വലിയ ഭക്തി ആദരപൂർവ്വമാണ് അവരുടെ മൃതദേഹ അടക്കം സംസ്കാരമൊക്കെ നടത്തിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയോ ലഷ്കർ ഇ തോയ്ബയുടെയൊക്കെ വലിയ ഉന്നതരായ നേതാക്കൾ അതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരോടുള്ള ആദരസൂചകമായിട്ടാണ് അവർ ഈ സൈനിക നേതാക്കൾ അല്ലെങ്കിൽ ഉന്നത അധികൃതരക്കം അതിൽ സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ കനത്ത ആഘാതമാണ് പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊടുത്തത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതിന് തിരിച്ചടി നൽകാനായിട്ട് അന്നു മുതൽ പാകിസ്ഥാൻ ഒരുങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ഒരുങ്ങുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ഒരു 1-ാം അധ്യായത്തിൽ തീരില്ല, അതിന് 2-ാം അധ്യായം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭീകരവാദി സംഘടനകൾ അവർക്കുണ്ടായ നഷ്ടം അത് നികത്താൻ അല്ലെങ്കിൽ പ്രതികാരം വീട്ടാനായിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത, അതായത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ, ദൃശ്യങ്ങൾ പ്രകാരം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണിത്. ഈ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ സംഘടനയാണ്. മസൂദ് അസർ എന്ന് പറയുന്ന ആഗോള ഭീകരൻ, അയാൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ഈ മസൂദ് അസറിനെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മുടെ കാണ്ഡഹാർ വിമാനറാഞ്ചൽ നടന്നപ്പോൾ ബന്ദികളെ വിട്ടുകിട്ടാനായിട്ട് പകരം കൊടുക്കേണ്ടി വന്ന ഒരാളാണ് ഈ മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരൻ. ഇന്ത്യ ഒരു കാലത്ത് പിടികൂടിയ ഒരു ഭീകരനാണ്. പക്ഷേ ഇയാളെ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു. പിന്നെ ഈ ജെയ്ഷെ മുഹമ്മദ് അതിൻ്റെ ഭീകരത വ്യക്തമാക്കാനായിട്ട് ചില കാര്യങ്ങൾ കൂടി പറയാം. 2001-ൽ നടന്ന ജമ്മു കാശ്മീർ അസംബ്ലി, അതായത് അവിടുത്തെ നിയമസഭ, അവിടെ നടന്ന ബോംബ് സ്ഫോടനം, അതേപോലെ 2001-ൽ നടന്ന പാർലമെൻറ്റ് ഭീകരാക്രമണം, 2016-ൽ നടന്ന പത്താൻകോട്ട് ഭീകരാക്രമണം, 2016 ഉറി ഭീകരാക്രമണം, 2019 പുൽവാമ, അതാണ് ഏറ്റവും തീവ്രമായത്. അതായത് സൈനിക വ്യൂഹത്തിന് നേരെ ഒരു സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറ് ഇടിച്ചു കയറ്റി CRPFൽപ്പെട്ട ഏതാണ്ട് നിരവധി സൈനികർ അതിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ ഉറി അല്ലെങ്കിൽ പുൽവാമ ഭീകരാക്രമണം, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനിൽ കയറി അടി തുടങ്ങിയത്. ഈ ഒക്കെ സാഹചര്യത്തിൽ കൂടിയാണെന്ന് ഈ സാന്ദർഭികവശാൽ പറയട്ടെ. അപ്പോൾ ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദ് വീണ്ടും വാർത്തയിൽ നിറയാൻ കാരണം, കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ബലാക്കോട്ട്, അവിടെ തഹസിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏകോപനത്തിൽ അല്ലെങ്കിൽ അവർ സംഘടിപ്പിച്ച ഒരു മതപരിപാടി, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലെ ഈ ഭീകരവാദ സംഘടനകൾ, അവരെ സംബന്ധിച്ച് ഇസ്ലാം മത വിശ്വാസം പ്രചരിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകൾ. അപ്പോൾ അവർ ഈ ഒരു മതപരിപാടിയാണ് സംഘടിപ്പിച്ചത്. വലിയ ജനക്കൂട്ടം അതിലുണ്ടായിരുന്നു. സമീപത്തെ, അതായത് ഗാദി ഹബീബുള്ള തുടങ്ങിയ പട്ടണത്തിൽ നിന്നൊക്കെ നിരവധി പേർ ആ പരിപാടിയിൽ പങ്കെടുത്തു. അതിൽ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു കമാൻഡറുണ്ട്, മസൂദ് ഇലിയാസ് കശ്മീരി എന്നുള്ളതാണ്. അത് ഇന്ത്യ തേടുന്ന ഒരു ഭീകരവാദി തന്നെയാണ്. ഈ മസൂദ് അസർ കശ്മീരി നടത്തിയൊരു പ്രസംഗം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ പാകിസ്ഥാന് വേണ്ടി അവർ അതിർത്തിയിൽ വലിയ ത്യാഗോജ്വല പോരാട്ടം നടത്തി. പാകിസ്ഥാൻ്റെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി അവർ ഡൽഹിയോടും കാണ്ഡഹാറിനോടും കാബൂളിനോടും പോരാടി എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്? പാകിസ്ഥാന് വേണ്ടി അവർ അതിർത്തിയിൽ പോരാടി, അതായത് പാകിസ്ഥാൻ്റെ
ഔദ്യോഗിക സൈന്യത്തെ പോലെ അവിടെ ഭീകരവാദ സംഘടനകളും അതിർത്തിയിൽ അവരുടെ ശത്രു രാജ്യങ്ങൾ ഏതൊക്കെയാണോ അവരുമായിട്ട് ഇത്തരത്തിൽ സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് അവർ നടത്തുന്നത്. അപ്പോൾ പിന്നീട് അദ്ദേഹം പറയുന്നു, ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവുണ്ടല്ലോ മസൂദ് അസർ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇന്ത്യ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത്. അത് വാസ്തവമാണ്. ഈ ബഹാവൽപൂർ എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് വ്യോമാക്രമണത്തിൽ തകർത്തിരുന്നു. ആ സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടായിട്ടുണ്ട്. ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഉന്നത നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ അവിടെ കൊല്ലപ്പെട്ടു. കൂടെ ഈ മസൂദ് അസറിൻ്റെ ബന്ധുക്കളും അവിടെ മരിച്ചിരുന്നു. പറയുകയാണെങ്കിൽ മസൂദ് അസറിൻ്റെ സഹോദരി, അവരുടെ ഭർത്താവ്, പിന്നെ അനന്തരവൻ, അവരുടെ മക്കൾ, അങ്ങനെ അടക്കം ഏതാണ്ട് 10ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവായ മസൂദ് അസർ തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ഈ മസൂദ് ഇല്യാസ് കശ്മീരി ഉറുദു ഭാഷയിൽ, അതായത് തോക്കേന്തിയ ആളുകളുടെ കാവലിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. വളരെ വൈകാരികമായിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ പ്രസംഗമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമെല്ലാം ഇത് ചോർത്തിയെടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മസൂദ് ഇല്യാസ് കശ്മീരി ഈ മസൂദ് അസർ നടത്തിയ ഏതാണ്ട് 25 വർഷത്തോളം 2000 കൂടിയാണ് ഈ മസൂദ് അസർ ഇന്ത്യക്കെതിരെ ഇത് നമ്മുടെ എന്താ പറയുക ഈ വിശുദ്ധ യുദ്ധം എന്ന് പറയുക ജിഹാദ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഏതാണ്ട് 25 വർഷത്തോളം നടത്തിയ ഭീകരവാദ പ്രവർത്തനങ്ങളെ വളരെ പ്രശംസിക്കുകയാണ് ഈ അവരുടെ കമാൻഡറായ മസൂദ് ഇല്യാസ് കശ്മീരി എന്ന് പറയുന്നത്. ഈ 2000 കൂടിയാണ് ഇവർ ഈ ഇന്ത്യക്കെതിരെ ഈ ജിഹാദ് പ്രഖ്യാപിച്ചതെന്ന് പറയുന്നത്. അതിനുശേഷം ഇവർ ഈ ജാമിയ മസ്ജിദ് സുബാല എന്ന് പറയുന്ന ഒരു മതപഠന സ്ഥാപനം, അതിൻ്റെ മറവിലാണ് ഈ ഇതെല്ലാം ആസൂത്രണം അത് സ്ഥാപിച്ചു. അതിൻ്റെ മറ്റൊരു പേരാണ് ഉസ്മാൻ അലി ക്യാമ്പസ്. അപ്പോൾ അവിടെയാണ് ഈ വിദ്യാർത്ഥികളെ അടക്കം പാർപ്പിച്ച് അവരുടെ എന്താ പറയുക മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുക. അതായത് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവരെ മതം പറയുന്നതാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഭീകരവാദികളായിട്ട് മാറ്റുന്നു. അങ്ങനെ ആയുധങ്ങളും കൊടുത്തുവിട്ട് ഇന്ത്യക്കെതിരെ പോരാടാനായിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മസൂദ് അസറിനെ നിലവിൽ അന്താരാഷ്ട്ര സമൂഹം തന്നെ UN-ഉം അമേരിക്കയും പോലുള്ള ആളുകൾ തന്നെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഇന്ത്യ നിരന്തരമായി ഈ മസൂദ് അസറിനെ വിട്ടുകിട്ടണം എന്ന് ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ നടത്തിയ ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. ഒന്ന്, ഈ ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഔദ്യോഗികമായി തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു ഭീകരവാദ സംഘടനയാണ്. 2, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ അത് ഇന്ത്യയുടെ വെറും അവകാശവാദം മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ്. അത് അവർ കൂടി അംഗീകരിക്കുന്നു എന്നുള്ള തെളിവുകളാണ് വരുന്നത്. നിലവിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതാവായ മസൂദ് അസറിനെ ഇന്ത്യ വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യത്തിലാണ്. കാരണം നേരത്തെ പറഞ്ഞ ഒരു ലിസ്റ്റ് ഭീകരവാദ ആക്രമണങ്ങളിലെ നമ്മൾ പ്രതിസ്ഥാനത്തുള്ള ആളാണ് ഈ മസൂദ് അസർ. പക്ഷേ പാകിസ്ഥാൻ ഈ മസൂദ് അസറിനെ കൃത്യമായി സംരക്ഷിക്കുകയാണ്. അദ്ദേഹം അവിടെ വീട്ടുതടങ്കലിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി പാകിസ്ഥാനിൽ വസിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട്. പക്ഷേ പാകിസ്ഥാൻ അത് നിരാകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബിലാവൽ ഭൂട്ടോ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. ഈ മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇന്ത്യ തരികയാണെങ്കിൽ അത് പാകിസ്ഥാന് സന്തോഷമാണ്. അയാളെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യക്ക് കൈമാറും എന്നാണ് ബിലാവൽ ഭൂട്ടോ എന്ന് പറഞ്ഞത്. പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇയാളിപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇയാൾ ഇവിടെ ഇപ്പോഴും പാകിസ്ഥാനിൽ അദ്ദേഹത്തെ താമസിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടുതടങ്കലിൽ എന്ന് പറഞ്ഞ് താമസിപ്പിച്ചിരിക്കുന്ന കൊട്ടാര സദൃശ്യമായ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി കഴിയുന്നു എന്നുള്ളതാണ് ഇന്ത്യക്ക് കിട്ടുന്ന വിവരം. അതുതന്നെയാണ് വാസ്തവവും. ഏതായാലും ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ ഈ ശക്തി പ്രകടനമൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു തുടർച്ചയുള്ള ഒരു ഇന്ത്യയുടെ പദ്ധതി തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമുണ്ടാവില്ല.